Hi dear friends, welcome back to Alex Academy. ഈ ഒരു ലെക്ചറിൽ PCCET 302 ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 8th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു യൂട്യൂബ് മാനോമീറ്റർ വെച്ച് ഗേജ് പ്രഷർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിച്ചു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ വാക്യൂം പ്രഷറാണ് വരുന്നതെങ്കിൽ വാക്യൂം പ്രഷർ വരുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച കൺസെപ്റ്റിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം, അതായത് അതിൻ്റെ ലെവൽ മുകളിലേക്ക് പോകുന്നതിന് പകരം റൈറ്റ് സൈഡിൽ അത് താഴത്തേക്ക് വരും, അത്രേ ഉള്ളൂ. അപ്പോൾ വാക്യൂം പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ താഴെയുള്ള പ്രഷറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റൈറ്റ് സൈഡിൽ ലിംബിൽ മെർക്കുറി മുകളിലേക്കാണ് അതിൻ്റെ റീഡിങ് വന്നിരുന്നത്. ഇവിടെ വാക്യൂം പ്രഷർ എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ താഴെയാണ് പ്രഷർ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? റൈറ്റ് സൈഡിൽ നോർമൽ ഡേറ്റത്തിന് താഴത്തേക്കായിരിക്കും ആ ഒരു ഫ്ലൂയിഡ് വരുന്നത്. അപ്പോൾ വേക്യൂം പ്രഷർ വരുന്ന പ്രോബ്ലത്തിൽ നമ്മൾ യൂട്യൂബ് മാനോമീറ്റർ വെച്ച് അതിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണ്, പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് മാനോമീറ്ററിൻ്റെ കേസ് 2 അല്ലെങ്കിൽ കേസ് ബി, വാക്യൂം പ്രഷർ കാൽക്കുലേഷൻ. അപ്പോൾ വാക്യൂം പ്രഷർ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത് ഇനീഷ്യൽ കണ്ടീഷനിൽ ആ മെർക്കുറി ലെവൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലെവൽ ഈ രീതിയിലായിരിക്കും, ഒരേപോലെ ആയിരിക്കും കിടക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഈ രീതിയിൽ ഒരു പൈപ്പ് കണക്ട് ചെയ്യും. പൈപ്പിൻ്റെ നടുക്കത്തെ പോയിന്റ് ബി ആണെന്നിരിക്കട്ടെ. ഈ നടുക്കിലെ പോയിന്റ് ബി എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷറാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ അത് വാക്യൂം പ്രഷറാണ്. വാക്യൂം പ്രഷർ എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും താഴെയുള്ള കുറഞ്ഞ പ്രഷറിലാണ് ആ പോയിന്റ് ബി ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പൈപ്പ് അത് നമ്മളൊരു യൂട്യൂബിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ പൈപ്പിൻ്റെ അകത്ത് ഇനീഷ്യലി ഈ ഫ്ലൂയിഡ് ഈ രീതിയിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നടുക്കത്തെ പോയിൻ്റ് ഒരു വേക്യൂം പ്രഷർ, ചെറിയ പ്രഷറാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ നടുക്ക് ഒരു പോയിന്റ് ബി, അത് വേക്യൂം പ്രഷർ ആണെങ്കിൽ സംഭവിക്കുന്നത് ഇനീഷ്യലി മെർക്കുറി ലെവൽ ഇതുപോലെ ആയിരിക്കും. ഈ ബി കണക്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതിൻ്റെ രണ്ട് സൈഡിലെയും മെർക്കുറി ലെവൽ സെയിം ആയിരിക്കും. ഈ പൈപ്പ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ വേക്യൂം പ്രഷർ ആയതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ലെഫ്റ്റ് സൈഡിൽ അത് മുകളിലേക്ക് പോകും, റൈറ്റ് സൈഡിൽ ഈ ലെവൽ താഴത്തേക്കും വരും. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ സെറ്റപ്പ് ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആക്ച്വൽ ഫിഗറിലേക്ക് പോവാം. അപ്പോൾ പൈപ്പിൻ്റെ അകത്ത് ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് 1 ആണ്. അതിൻ്റെ ഡെൻസിറ്റി ρ1ഉം സ്പെസിഫിക് ഗ്രാവിറ്റി S1 ആണ്. യൂട്യൂബിലുള്ള ഫ്ലൂയിഡ് മെർക്കുറി ആയിരിക്കും എങ്കിൽ നമുക്കതിനെ ഫ്ലൂയിഡ് 2 എന്ന് പറയാം. അതിൻ്റെ ഡെൻസിറ്റി ρ2, സ്പെസിഫിക് ഗ്രാവിറ്റി S2 ആണ്. ഇനി വാക്യൂം പ്രഷർ ആയതുകൊണ്ടാണ് ഈ ഫിഗർ ഈ രീതിയിൽ ടിൽറ്റ് ആയത്. അതായത് സംഭവിക്കുന്നത് എന്താണ്? ഈ പൈപ്പ് കണക്ട് ചെയ്തു. ഈ പൈപ്പിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിയുമ്പോൾ വാക്യൂം പ്രഷർ ആയതുകൊണ്ട് പ്രഷർ താഴത്തേക്ക് വരും. വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മെർക്കുറി ലെവൽ മുകളിലേക്ക് പോകും, റൈറ്റ് സൈഡിൽ മെർക്കുറി ലെവൽ താഴത്തേക്കും വരും. അതായത് പ്രഷർ കുറവാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിനേക്കാൾ താഴെയുള്ള പ്രഷർ ആയതുകൊണ്ട് ഇത് താഴത്തേക്ക് വരും. അതാണ് സംഭവിക്കുന്നത്. നേരത്തെ ഇതെങ്ങനെയായിരുന്നു വെച്ചാൽ മെർക്കുറി ഒന്നിവിടെ ആയിരുന്നു. അപ്പോൾ റൈറ്റ് സൈഡിൽ അത് മുകളിലേക്കും ലെഫ്റ്റ് സൈഡിലായിരുന്നു താഴ്ന്നിരുന്നത് വെച്ച്. ഇപ്പോൾ നേരെ തിരിഞ്ഞു, ലെഫ്റ്റ് സൈഡിൽ അത് മുകളിലേക്ക് വന്നു, റൈറ്റ് സൈഡിൽ അത് താഴത്തേക്ക് വന്നു. അത് വേക്യൂം പ്രഷറിൻ്റെ കേസിലാണ് ഈ രീതിയിൽ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ എ ഡേറ്റം ലൈൻ സച്ച് ദാറ്റ് ബോത്ത് ലിംസ് സെയിം ഫ്ലൂയിഡ് ഈസ് പ്രസൻറ്റ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഫ്ലൂയിഡും മെർക്കുറി എന്ന് പറയുന്ന രണ്ടാമത്തെ ഫ്ലൂയിഡും തമ്മിലുള്ള ജംഗ്ഷൻ ഇതാണ്. ഇപ്പോൾ നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഈ രണ്ട് ഫ്ലൂയിഡിൻ്റെ ജംഗ്ഷൻ വരുന്ന ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ഡേറ്റം ലൈൻ എടുത്തത്. ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഡേറ്റം ലൈൻ എടുത്താൽ എന്ത് സംഭവിക്കും? ലെഫ്റ്റ് സൈഡിൽ മെർക്കുറി ഉണ്ട്, റൈറ്റ് സൈഡിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് ഉണ്ടോ ഈ പോയിന്റിൽ? ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ, വേക്യൂം വരുന്ന കേസിൽ നമ്മൾ ഡേറ്റം എടുക്കേണ്ടത് റൈറ്റ് സൈഡ്, അതായത് ഏറ്റവും ഫ്ലൂയിഡ് കുറഞ്ഞു നിൽക്കുന്ന റൈറ്റ് സൈഡിലാണ്. അതിൻ്റെ ഫ്ലൂയിഡ് ലെവൽ എവിടെയാണോ അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് ഡേറ്റം കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ഇവിടെയാണ് ഡേറ്റം ലൈൻ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ ഡേറ്റം ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലും മെർക്കുറി ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും മെർക്കുറി ഉണ്ട്. അപ്പോൾ ഈ കൺസെപ്റ്റ് ഓക്കെയാണ്. അതായത് രണ്ട് സൈഡിലും ഒരേ ഫ്ലൂയിഡ് പ്രസൻ്റ് ആണ്, അത് ഒരേ ലെവലിലുമാണ്. ഓക്കെ, അപ്പോൾ വേക്യൂം വരുന്ന രീതിയിൽ ആകെ ചേഞ്ച് വരുന്നത് ഡേറ്റം എടുക്കുന്നത് ഇവിടെയല്ല, അതായത് ഈ രണ്ട് ഫ്ലൂയിഡിൻ്റെയും ജംഗ്ഷനിൽ അല്ല. അതിന് കാരണം എന്താണ്? ഈ രണ്ട് ഫ്ലൂയിഡിൻ്റെ ജംഗ്ഷനിലെടുത്താൽ ലെഫ്റ്റ് സൈഡിൽ ഓക്കെ, ഇവിടെ മെർക്കുറി പ്രസൻ്റ് ആണ്, റൈറ്റ് സൈഡിൽ ഒരു ഫ്ലൂയിഡും ഇല്ല.
അപ്പോൾ നമുക്ക് ഈ പോയിന്റ് XX എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രഷറിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു പ്രഷറുണ്ട്, ഇവിടെ പ്രഷർ എന്താണ് 0 ആണ്. അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റില്ല. പ്രഷർ 0 ആണെന്നല്ല, അവിടെ പ്രഷർ എടുക്കാനായിട്ട് ആ സെയിം ഫ്ലൂയിഡ് പ്രസൻ്റ് അല്ല. അപ്പോൾ നമ്മൾ ഡേറ്റം എടുക്കേണ്ടത് ഡേറ്റം എടുക്കേണ്ടത് എപ്പോഴും എവിടെ ആയിരിക്കും? സച്ച് ദാറ്റ് ബോത്ത് ദ ലിംസ് ഹാവ് സെയിം ഫ്ലൂയിഡ്. ഒരേ ഫ്ലൂയിഡ് രണ്ട് സൈഡിലും പ്രസൻ്റ് ആയിരിക്കണം, അവിടെയാണ് എടുക്കേണ്ടത്. അപ്പോൾ വേക്കം പ്രഷർ വരുന്ന കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് സൈഡിൽ മെർക്കുറി ലെവൽ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് 2ൻ്റെ ലെവൽ എവിടെയാണോ അതേ ലെവലിലാണ് നമ്മൾ ഡേറ്റം ലൈൻ XX കൺസിഡർ ചെയ്യേണ്ടത്. ഇനി ഡേറ്റം ലൈനിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഫോർ സെയിം ഫ്ലൂയിഡ്, രണ്ട് സൈഡിലും സെയിം ഫ്ലൂയിഡ് ആണെങ്കിൽ, അറ്റ് സെയിം ലെവലും ആണെങ്കിൽ, ഒരേ ലെവൽ ഹൊറിസോണ്ടൽ ഡേറ്റം ലൈനാണ് എടുത്തേക്കുന്നത്, പ്രഷർ വിൽ ബി സെയിം. അപ്പോൾ ഇങ്ങനെ XX ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ പ്രഷറും റൈറ്റ് സൈഡിലെ പ്രഷറും സെയിം ആയിരിക്കും. അത് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒന്ന് ലെവലൊക്കെ മാർക്ക് ചെയ്യാം. ലെവൽ മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. H1 ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് 1 ഇൻ ദ ലെഫ്റ്റ് ലിം. ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് ഡേറ്റം എടുത്തത്. വേക്കം പ്രഷർ ആയതുകൊണ്ട് ഈ റൈറ്റ് സൈഡിൽ ഏറ്റവും ലോവർ ഫ്ലൂയിഡ് വരുന്നത് ഇവിടെയാണ്. ആ ഒരു ലെവലിൽ തന്നെയാണ് നമ്മൾ ഡേറ്റം കൺസിഡർ ചെയ്ത് അതിനെ XX എന്ന് മാർക്ക് ചെയ്തു. ഇനി H1 ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? H1 ആയിട്ട് കൊടുക്കുന്നത് ഫ്ലൂയിഡ് 1ൻ്റെ ഹൈറ്റ്, ലെഫ്റ്റ് ലിംബിൽ ഫ്ലൂയിഡ് 1ൻ്റെ ഹൈറ്റ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ XX എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ലിംബിൽ നമുക്ക് ഫ്ലൂയിഡ് ഒന്നും ഇല്ല, അപ്പോൾ ഇവിടെ ലെവൽസ് ഒന്നും എടുക്കാനില്ല. ലെഫ്റ്റ് ലിംബിൽ നമുക്ക് 2 ഹൈറ്റ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് ഈ പൈപ്പിൻ്റെ സെൻറ്റർ പോയിന്റ് ഇതാണ്, അതിനെ ഞാൻ B എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ സെൻറ്റർ പോയിന്റ് മുതൽ ഈ റൈറ്റ് സൈഡിലെ ഫ്ലൂയിഡ് 1 എവിടം വരെയാണോ ഉള്ളത് അതിനെ H1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് ഈ ഡേറ്റം മുതൽ നമ്മുടെ യൂട്യൂബിലുള്ള ഫ്ലൂയിഡ്, അതായത് മെർക്കുറിയുടെ ഹൈറ്റ്, അതിനാണ് H2 എന്ന് കൊടുത്ത്, അതായത് ഫ്ലൂയിഡ് 2ൻ്റെ ഹൈറ്റ്. ഒന്നുകൂടി പറയാം, നമ്മൾ ഡേറ്റം വരച്ചു കഴിയുമ്പോൾ ഈ പൈപ്പിൻ്റെ സെൻറ്റർ പോയിന്റ് B ആണ്. ആ പൈപ്പിൻ്റെ സെൻറ്റർ പോയിന്റ് മുതൽ ഈ പൈപ്പിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡിൻ്റെ ഹൈറ്റ്, അതിനാണ് H1 എന്ന് കൊടുത്തത്. അതിൻ്റെ താഴെയുള്ള ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഫ്ലൂയിഡും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് മുതൽ ഡേറ്റം വരെയുള്ള ഹൈറ്റ്, അതിനാണ് H2 എന്ന് കൊടുത്തത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ H1 എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് 1ൻ്റെ ഹൈറ്റ്, ഫ്ലൂയിഡ് 1ൻ്റെ ഹൈറ്റ് ലെഫ്റ്റ് ലിംബ്, ലെഫ്റ്റ് സൈഡിൽ. H2 എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് 2ൻ്റെ ഹൈറ്റ്, ഫ്ലൂയിഡ് 2ൻ്റെ ഹൈറ്റാണ് H2 ഇൻ ദ ലെഫ്റ്റ് ലിംബ്. ഇനി നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? അറ്റ് XX നമ്മൾ ഈ എടുത്തേക്കുന്ന ഡേറ്റം ലൈൻ അതാണ് XX. അറ്റ് XX പ്രഷർ ഇൻ ദ ലെഫ്റ്റ് സൈഡ് വിൽ ബി ഈക്വൽ ടു പ്രഷർ ഇൻ ദ റൈറ്റ് സൈഡ്. അപ്പോൾ പ്രഷർ ഇൻ ദ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ഈ നടുക്കത്തെ പ്രഷർ അത് PB ആണ്. അപ്പോൾ നമുക്ക് എഴുതാം പ്രഷർ ഇൻ ദ ലെഫ്റ്റ് ലിംബ്, ലെഫ്റ്റ് സൈഡിലുള്ള പ്രഷർ ഏതൊക്കെയായിരിക്കും? ഒന്ന് ഈ പൈപ്പിൻ്റെ മിഡ് പോയിന്റിലെ പ്രഷർ, അത് നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ട PB. പ്ലസ് ഏതൊക്കെയുണ്ട്? പ്ലസ് ഈ ലെഫ്റ്റ് ലിംബിൽ H1 കൊണ്ടുണ്ടാകുന്ന പ്രഷറുണ്ട്, H2 കൊണ്ടുണ്ടാകുന്ന പ്രഷറുണ്ട്. അപ്പോൾ ഇവിടെ അഡീഷൻസ് വരും. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടുത്തെ പ്രഷർ PB പ്ലസ് ഈ ഫ്ലൂയിഡ് കൊണ്ട് H1 ഹൈറ്റിലുണ്ടാകുന്ന പ്രഷർ. അപ്പോൾ ഫസ്റ്റ് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ρ1 ആണ്, ഇൻറ്റു G ഇൻറ്റു ഫസ്റ്റ് ഫ്ലൂയിഡിൻ്റെ ഹൈറ്റാണ് H1 പ്ലസ് അതിൻ്റെ താഴെ എന്തുണ്ട്? അടുത്ത ഫ്ലൂയിഡ് ഇത്രയും ഹൈറ്റിലുണ്ട് അല്ലേ, ഈ പോർഷനിലുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ρ2 ഇൻറ്റു G ഇൻറ്റു അവിടുത്തെ ഹൈറ്റ് H2. ഇത് ഇത്ര എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ലെഫ്റ്റ് ലിംബിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിലെടുത്താൽ PB ഉണ്ട്, H1 കൊണ്ടുണ്ടാകുന്ന പ്രഷറുണ്ട്, H2 കൊണ്ടുണ്ടാകുന്ന രണ്ടാമത്തെ ഫ്ലൂയിഡിൻ്റെ പ്രഷറുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ലെഫ്റ്റ് ലിംബിൽ ആക്ട് ചെയ്യുന്നത്. അത് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത പ്രഷർ ഇൻ ദ റൈറ്റ് ലിംബ്. നോക്കിക്കേ, ഈ XX എന്ന് പറയുന്ന പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ അറ്റ്മോസ്ഫറിക് പ്രഷറാണ് വരുന്നത്. അറ്റ്മോസ്ഫറിക് പ്രഷറിനെ നമ്മൾ 0 എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ദെയർഫോർ പ്രഷർ ഇൻ ദ റൈറ്റ് ലിംബ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്കറിയാം അറ്റ് XX പ്രഷർ ഇൻ ദ ലെഫ്റ്റ് ആൻഡ് പ്രഷർ ഇൻ ദ റൈറ്റ് ഈക്വൽ. അപ്പോൾ എന്തൊക്കെ ഇക്വേറ്റ് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1ഉം 2 ഇക്വേറ്റ് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? PB പ്ലസ് ρgH1 പ്ലസ് ρgH2 വിൽ ബി ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2യുടെ റൈറ്റ് സൈഡ് എന്താണ്? 0. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. അതായത് ഒരു വാക്യൂം പ്രഷർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫിഗർ ഇങ്ങനെയായിരിക്കും. നമ്മുടെ പൈപ്പിൻ്റെ അകത്തുള്ള വെള്ളം, അതിൻ്റെ ഹൈറ്റ് H1, അതിൻ്റെ താഴെ നമ്മുടെ മെർക്കുറി ലെവൽ അത് H2. അവിടെ ആയിരിക്കും നമ്മൾ ഡേറ്റം എടുക്കുന്നത്. അതായത് ഡേറ്റം എടുക്കുന്നത് റൈറ്റ് സൈഡിലെ നമ്മുടെ മെർക്കുറി ലെവൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് 2ൻ്റെ ലെവൽ എവിടം വരെ ഉണ്ടോ അവിടെ ആയിരിക്കും ഡേറ്റം ലൈൻ എടുക്കുന്നത്. അതിൻ്റെ മുകളിൽ ഇവിടെ മെർക്കുറി അല്ലെങ്കിൽ ഫ്ലൂയിഡ് 2 ഉണ്ടാവും, അതിൻ്റെ മുകളിൽ നമ്മുടെ ഫ്ലൂയിഡ് 1 ഉണ്ടാവും, അതിൻ്റെ മുകളിൽ നമ്മുടെ പൈപ്പിൻ്റെ സെൻറ്റർ പോയിന്റ്. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പോൾ പ്രോബ്ലം വെച്ചിട്ട്
അതിൻ്റെ അത് ചിലപ്പോൾ വേക്കം പ്രഷർ എന്ന് പറയും. അപ്പോൾ വേക്കം പ്രഷർ എന്ന് പറയുമ്പോൾ എഴുതിയേക്കുക പടത്തിൻ്റെ പൊസിഷനിങ് ഈ രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തുള്ള ഈ റീഡിങ്സ് മാത്രമായിരിക്കും നമ്മൾ എടുത്ത് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ കണ്ടെയ്നിങ് മെർക്കുറി. അപ്പോൾ യൂട്യൂബിൻ്റെ അകത്ത് മെർക്കുറി ആണെന്ന് പറഞ്ഞു. മെർക്കുറി ആണെന്ന് പറയുമ്പോഴേ മനസ്സിലാക്കുക ഡെൻസിറ്റി ρ2 = 13,600 kg/m³ ആണ്. അല്ലെങ്കിൽ S2 സ്പെസിഫിക് ഗ്രാവിറ്റി എന്നുള്ളത് 13.6 ആണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എ സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ കണ്ടെയ്നിങ് മെർക്കുറി ഈസ് കണക്റ്റഡ് ടു എ പൈപ്പ് ഇൻ വിച്ച് എ ഫ്ലൂയിഡ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ഈസ് ഫ്ലോയിങ്. അപ്പോൾ ഫ്ലൂയിഡിൻ്റെ അകത്ത് പൈപ്പിൻ്റെ അകത്തുകൂടി ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് നമ്പർ 1 അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി S1 0.8 ആണ്. അപ്പോൾ S1 0.8 ആണെങ്കിൽ ഡെൻസിറ്റി 800 ആയിരിക്കും. അത് നിങ്ങൾ ഒറ്റയടിക്ക് തന്നെ എഴുതണം. കാരണം എന്താണ്, നമുക്കറിയാം ഡെൻസിറ്റി ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ ദെയർഫോർ S1 അറിയാമെങ്കിൽ ρ1 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ρ1 = S1 × ρW ആണ്. അപ്പോൾ S1ൻ്റെ വാല്യൂ 0.8 ആണ്, ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ആണ്. അപ്പോൾ എപ്പോഴും സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണോ അതിൻ്റെ കൂടെ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും അതേ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി, വിച്ച് ഇസ് ഈക്വൽ ടു 800 kg/m³. ഓക്കെ, ഇത് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ യൂട്യൂബിൻ്റെ അകത്ത് മെർക്കുറി ആണെന്ന് പറഞ്ഞു. പൈപ്പിൻ്റെ അകത്ത് ഫ്ലോ ചെയ്യുന്നത് ഒരു ഫ്ലൂയിഡാണ്, അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഹാവിങ് വേക്വം പ്രഷർ ഇൻ പൈപ്പ്. അപ്പോൾ വേക്വം പ്രഷർ ഇൻ പൈപ്പ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പടം എങ്ങനെ വരക്കണം? പടം ഈ രീതിയിൽ വരച്ചിട്ട് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് റൈറ്റ് സൈഡിലെ മെർക്കുറി ലെവൽ താഴെ ആയിരിക്കും, ലെഫ്റ്റ് സൈഡിലെ മെർക്കുറി ലെവൽ മുകളിലുമായിരിക്കും. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ പടം. ഇതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് ഇവിടെ വരെ വരും, ഇതിൻ്റെ അകത്ത് മുഴുവൻ മെർക്കുറി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും പടം വരേണ്ടത്. അതായത് വേക്വം പ്രഷർ എന്ന് പറയുമ്പോഴേ നിങ്ങൾ ഈ പടം വരച്ചേക്കണം. പൈപ്പ് വരച്ചു, പൈപ്പിൻ്റെ അകത്തുനിന്ന് റൈറ്റ് സൈഡിലെ മെർക്കുറി ലെവൽ താഴെ ആയിരിക്കും, ലെഫ്റ്റ് സൈഡിലെ മെർക്കുറി ലെവൽ മുകളിലായിരിക്കും. ഈ രീതിയിലായിരിക്കും ആ പടത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് വരേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ബാക്കി നോക്കാം. ഇഫ് ദ ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവൽ ഇൻ ദ 2 limbs ഈസ് 40 cm. അതായത് രണ്ട് ലിംബിലെയും ഫസ്റ്റ് റൈറ്റ് ലിംബിലെ മെർക്കുറി ലെവൽ താഴെ ആയിരിക്കും, ലെഫ്റ്റ് ലിംബിലെ മെർക്കുറി ലെവൽ മുകളിലായിരിക്കും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 40 cm ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് താഴെ ആയിരിക്കും എന്ന് എങ്ങനെ മനസ്സിലായി? ഇത് താഴെയും ഇത് മുകളിലായിരിക്കും എന്ന് എങ്ങനെ മനസ്സിലായി? വേക്വം പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വേക്വം പ്രഷറിൻ്റെ കേസിലാണ് ഇതിങ്ങനെ വരുന്നത്. ഗേജ് പ്രഷർ ആയിരുന്നെങ്കിലോ ലെഫ്റ്റ് സൈഡിൽ താഴെയും റൈറ്റ് സൈഡിൽ ലെവൽ മുകളിലുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും മെർക്കുറി വരുന്നത്. അപ്പോൾ ഇത്രയും മെർക്കുറി ഇവിടെയും വരും. ഓക്കെ, അപ്പോൾ ഈ കേസിൽ വേക്വം പ്രഷർ എന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് ഇങ്ങനെ വരും. അതേപോലെ രണ്ട് ട്യൂബിലെയും മെർക്കുറി തമ്മിലുള്ള ഡിഫറൻസ് 40 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഇത് താഴെയും ലെഫ്റ്റ് സൈഡിൽ ഈ ലെവൽ മുകളിലുമാണ്. ഇനി ഈ രണ്ട് മെർക്കുറി ലെവൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് 40 cm ആണ്. അപ്പോൾ അത് 40 മാർക്ക് ചെയ്യാം. ഇനി അടുത്ത ഹൈറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഇൻ ദ ലെഫ്റ്റ് ലിംബ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ പൈപ്പ് ഈസ് 15 cm. അതായത് സെൻറ്റർ ഓഫ് ദ പൈപ്പ് ഇതാണ്, ഇവിടം മുതൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഫ്ലൂയിഡിൻ്റെ ഹൈറ്റ് 15 cm ആണ്. അപ്പോൾ ഈ രണ്ട് റീഡിങ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്കറിയാവുന്നത് പൈപ്പിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് 1 അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണ്. ഈ യൂട്യൂബിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് 2 ആണ്, അത് മെർക്കുറി ആണ്, അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 ആണ്. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതുക. സ്റ്റാൻഡേർഡ് ഫോം എന്ന് വെച്ചാൽ എന്താണ്? ഡേറ്റം ലൈനിൻ്റെ മുകളിലുള്ള മെർക്കുറിയുടെ ഹൈറ്റ് H2, അതിൻ്റെ മുകളിലുള്ള ഫ്ലൂയിഡ് 1ൻ്റെ ഹൈറ്റ് H1. ഇത് രണ്ടും മാത്രം മതി നമുക്ക്. അപ്പോൾ തന്നേക്കുന്നത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ തന്നേക്കുന്നത് വെച്ചിട്ട് ഡേറ്റം ലൈൻ എടുക്കേണ്ടത് ഇവിടെയാണെന്ന് മനസ്സിലാവും. ഇവിടെ എടുത്താൽ മാത്രമേ ഇവിടെയും മെർക്കുറി വരുള്ളൂ. അതല്ലാതെ നിങ്ങൾ ഇവിടെ പോയി ഡേറ്റ എടുത്താൽ സംഭവിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ മെർക്കുറി ഉണ്ട്, റൈറ്റ് സൈഡിൽ ഫ്ലൂയിഡ് ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഉള്ള പോയിന്റിൽ ഡേറ്റം എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഡേറ്റം ലൈൻ നിങ്ങളിവിടെ എടുത്തു, ഇതിനെ XX എന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് തന്നേക്കുന്ന വാല്യൂസ് നോക്കാം. നമുക്ക് വേണ്ടത് ഇതിൻ്റെ സെൻറ്റർ മുതൽ ഫസ്റ്റ് ഫ്ലൂയിഡിൻ്റെ ഹൈറ്റ്, അതാണ് H1. അപ്പോൾ 15 ആണ് തന്നേക്കുന്നത്, ഡയറക്റ്റ്ലി എടുത്ത് എഴുതാം. അപ്പോൾ തന്നേക്കുന്ന പൈപ്പിൻ്റെ സെൻറ്റർ മുതൽ ഫസ്റ്റ് ഫ്ലൂയിഡിൻ്റെ ഹൈറ്റ് H1, അത് 15 cm ആണ്. ഇനി അടുത്ത നമുക്ക് വേണ്ടത് എന്താണ്? സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് വേണ്ടത് അടുത്തത് ഇതിൻ്റെ താഴെ മുതൽ ഈ രണ്ടാമത്തെ ഫ്ലൂയിഡ് ഡേറ്റം മുതൽ ആ ഒരു ജംഗ്ഷൻ വരെയുള്ള ഹൈറ്റാണ് H2. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ തന്നേക്കുന്നത്. ഇവിടം മുതൽ ഈ രണ്ടാമത്തെ ഈ ഡേറ്റം വരെയുള്ള ഹൈറ്റ്. അപ്പോൾ ഈ ഒരു റീഡിങ് തന്നെയാണ് H2. അപ്പോൾ ഞാനത് ഇവിടെ എഴുതുന്നതിന് പകരം ഇപ്പുറത്തേക്കൊന്നും മാറ്റി എഴുതിയെന്നുള്ളൂ, നിങ്ങൾ കൺഫ്യൂഷൻ ആക്കിയൊന്നും വേണ്ട. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ H1ഉം H2ഉം തന്നെയാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. ഇത് H1ഉം ഇത് H2ഉം. ഓക്കെ, ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. ഗിവൺ ഡാറ്റയിൽ
ഫസ്റ്റ് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി S1 0.8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെയർഫോർ ഫസ്റ്റ് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ρ1 is equal to S1 into ρW. S1 0.8 ആണ്, ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ആണ്. സോൾവ് ചെയ്യുമ്പോൾ 800 kg/m³ എന്ന് കിട്ടും. ഇനി അടുത്ത രണ്ടാമത്തെ ഫ്ലൂയിഡ് മെർക്കുറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെയർഫോർ മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 ആണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് മെർക്കുറി ρ2 എന്ന് പറഞ്ഞാൽ 13,600 kg/m³ ആണ്. അതിനെ സ്റ്റെപ്പ് കാണിക്കണമെന്നില്ല, ഇത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്, നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്ത നമുക്ക് ഹൈറ്റ് തന്നേക്കുന്ന സെൻറ്റിമീറ്ററിലാണ്. 15 സെൻറ്റിമീറ്ററും 40 സെൻറ്റിമീറ്ററും അതിനെ കൺവേർട്ട് ചെയ്ത് മീറ്റർ ആക്കുക. അപ്പോൾ H1 is equal to 15 സെൻറ്റിമീറ്റർ ആണ്. ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ 0.15 മീറ്റർ എന്ന് കിട്ടും. അടുത്ത H2 is equal to 40 സെൻറ്റിമീറ്റർ ആണ്. ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ 0.4 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, വേക്യൂം പ്രഷറാണ് വരുന്നതെങ്കിൽ ഡേറ്റം ലൈൻ ലെഫ്റ്റ് പ്രഷർ അറ്റ് ദ ലെഫ്റ്റ് ലിം ആൻഡ് പ്രഷർ അറ്റ് ദ റൈറ്റ് ലിം ഇക്വേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയേക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതുപോലെ എഴുതിയാൽ മതി. അപ്പോൾ ഇക്വേറ്റിംഗ് ദ പ്രഷർ എബോവ് ഡേറ്റം ലൈൻ XX. അപ്പോൾ പ്രഷർ ഇൻ ദ ലെഫ്റ്റ് ലിംബ് ഇതാണ്, പ്രഷർ ഇൻ ദ റൈറ്റ് ലിംബ് ഇതാണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ എഴുതണം. നേരത്തെ പറഞ്ഞു വെച്ചിട്ട് എങ്ങനെ എഴുതണം? നേരത്തെ പറഞ്ഞു വെച്ചിട്ട് എഴുതേണ്ടത് ഇതാണ് ഡേറ്റം ലൈൻ. ഡേറ്റം ലൈൻ ലെഫ്റ്റ് സൈഡ് എടുത്താൽ ലെഫ്റ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഒന്ന് PB, പൈപ്പിൻ്റെ സെൻറ്ററിലുള്ള പ്രഷർ. അടുത്തത് ഈ ഫസ്റ്റ് ഫ്ലൂയിഡിൻ്റെ ഹൈറ്റ് H1 കൊണ്ടുണ്ടാകുന്ന പ്രഷർ ρ1gH1 പ്ലസ് ഇതിൻ്റെ ഇടയിൽ ഇനി അടുത്ത പ്രഷറുണ്ട്, അടുത്ത ഫ്ലൂയിഡ് ഉണ്ട്, അതിൻ്റെ ഹൈറ്റ് H2. അപ്പോൾ ഇവിടുത്തെ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ρ2gH2. ഇത് ഇത്രയും ലെഫ്റ്റ് ലിംബിലുണ്ട്. റൈറ്റ് ലിംബിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് റൈറ്റ് ലിംബിലെ പ്രഷർ അറ്റ്മോസ്ഫറിക് പ്രഷർ തന്നെയായിരിക്കും, അത് 0 ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇക്വേഷൻ എഴുതുക, PB പ്ലസ് ρ1gH1 പ്ലസ് ρ2gH2. ഇത് ഇത്രയും പ്രഷർ ഇൻ ദ ലെഫ്റ്റ് ലിംബാണ്, വിൽ ബി ഈക്വൽ ടു പ്രഷർ ഇൻ ദ റൈറ്റ് ലിംബ്, അതായത് 0 ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ കറക്റ്റായിട്ട് എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഫിഗർ കറക്റ്റായിട്ട് വരക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഈ ഫിഗറിൻ്റെ അകത്ത് H1 ഉം H2 ഉം മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം ഇതിൻ്റെ അകത്ത് കറക്റ്റ് യൂണിറ്റിൽ ഈ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും ശരിയാണെങ്കിലേ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ PB ആണ് കണ്ടുപിടിക്കേണ്ടത്, അത് അതുപോലെ എഴുതി. പ്ലസ് ρ1 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 800 ആണ്. ഇൻറ്റു G 9.81 ഇൻറ്റു H1 0.15 മീറ്റർ പ്ലസ് ρ2 മെർക്കുറിയുടെ ഡെൻസിറ്റി 13,600, ജിയുടെ വാല്യൂ 9.81, H2 40 ആണ്, അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.4 ഇസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യുക? ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ ഈ വാല്യൂ കിട്ടും, ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ ഈ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് PB മാത്രം ലെഫ്റ്റിലിടാം. PB ഇസ് ഈക്വൽ ടു ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ നെഗറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് PB ഇസ് ഈക്വൽ ടു -54,543 എന്ന് കിട്ടും. അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഞാൻ പറഞ്ഞു ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ബൈ 10,000 ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് PB ഇസ് ഈക്വൽ ടു -5.454 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഈ മൈനസ് കിട്ടിയേക്കുന്നത് കാരണം വാക്യൂം പ്രഷർ ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വാക്യൂം പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? അറ്റ്മോസ്ഫറിക് പ്രഷറിൻ്റെ താഴെയുള്ളതാണ്. അറ്റ്മോസ്ഫറിക് പ്രഷർ നമ്മൾ 0 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ 0ൻ്റെ താഴെയുള്ള പ്രഷർ നെഗറ്റീവായിട്ടായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ വാക്യൂം പ്രഷർ എപ്പോഴും കണ്ടുപിടിക്കുമ്പോൾ PB ഇസ് ഈക്വൽ ടു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. ഇതാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. കറക്റ്റായിട്ട് പഠിക്കുക. ഈ വീഡിയോയിലും കഴിഞ്ഞ വീഡിയോയിലുള്ള കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ യൂട്യൂബ് മാനോമീറ്ററിൻ്റെ ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും.